ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന ഭാഗം എന്താണ് ഡോക്ട്രിൻ ഓഫ് ഫ്രസ്ട്രേഷൻ എന്നുള്ളതാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച സൂപ്പർവൈനിങ് ഇമ്പോസിബിലിറ്റി അഥവാ സബ്സീക്വന്റ് ഇമ്പോസിബിലിറ്റിയുടെ ഇംഗ്ലീഷ് ലോയിലുള്ള ടേമാണ് ഡോക്ട്രിൻ ഓഫ് ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്നത്. അതെന്താണെന്ന് നിങ്ങൾക്കറിയാം. അതായത് കോൺട്രാക്റ്റിലുള്ള പാർട്ടികളുടെ കൺട്രോളിന് അപ്പുറത്തുള്ള ഏതെങ്കിലും ഒരു ഇവന്റ് സംഭവിക്കുന്നത് മൂലം ആ കോൺട്രാക്റ്റിന്റെ അല്ലെങ്കിൽ ആ എഗ്രിമെന്റിന്റെ പെർഫോമൻസ് ഇമ്പോസിബിൾ ആയി തീരുക അല്ലെങ്കിൽ അൺലോഫുൾ ആയി തീരുക. രണ്ട് തരത്തിലുള്ള ഇമ്പോസിബിലിറ്റിയാണ് നമുക്കുള്ളത്. ഒന്നല്ലെങ്കിൽ ഒരു ലീഗൽ ഇമ്പോസിബിലിറ്റി, അതല്ലെങ്കിൽ ഫിസിക്കൽ ഇമ്പോസിബിലിറ്റി. ഡോക്ട്രിൻ ഓഫ് ഫ്രസ്ട്രേഷൻ എന്ന് വിളിക്കാൻ കാരണം ഇങ്ങനെ ഈ ഇവന്റ് സംഭവിക്കുന്നത് മൂലം പാർട്ടികൾക്ക് പിന്നീട് അവരുടെ ഒബ്ലിഗേഷൻസ് പെർഫോം ചെയ്യാൻ കഴിയാതെ വരികയാണ്. സോ ദേ വിൽ ഗോട്ട് ഡിസപ്പോയിന്റഡ്, അവർ നിരാശരാവുകയാണ്. അതുകൊണ്ടാണ് ഇതിനെ ഡോക്ട്രിൻ ഓഫ് ഫ്രസ്ട്രേഷൻ എന്ന് വിളിക്കുന്നത്. ഏതൊക്കെയാണ് ഈ കേസസ് ഓഫ് സൂപ്പർവൈനിങ് ഓർ സബ്സീക്വന്റ് ഇമ്പോസിബിലിറ്റി ഓർ ഫ്രസ്ട്രേഷൻ എന്നുള്ളത് നോക്കാം. ഡോക്ട്രിൻ ഓഫ് ഫ്രസ്ട്രേഷൻ സംഭവിച്ചു എന്ന് നമ്മൾ വിലയിരുത്തുന്ന സാഹചര്യങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഒന്ന്, ഡിസ്ട്രക്ഷൻ ഓഫ് ദ സബ്ജക്ട് മാറ്റർ ഓഫ് ദ കോൺട്രാക്ട് ആണ്. രണ്ടാമത്തത് ഡെത്ത് ഓർ പേഴ്സണൽ ഇൻകപ്പാസിറ്റി ഓഫ് ദ പാർട്ടി. മൂന്നാമത്തത് ചേഞ്ച് ഓഫ് ലോ. നാലാമത്തത് ഡിക്ലറേഷൻ ഓഫ് വാർ. സോ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് നമുക്ക് സൂപ്പർവൈനിങ് ഇമ്പോസിബിലിറ്റി അല്ലെങ്കിൽ സബ്സീക്വന്റ് ഇമ്പോസിബിലിറ്റി ഇമ്പോസ് ചെയ്യാനായിട്ട് പറ്റുക, അതിൻ്റെ കീഴിൽ ആ ഒരു കോൺട്രാക്ട് ഡിസ്ചാർജ് ചെയ്യാനായിട്ട് പറ്റുക എന്നുള്ളതാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒന്നാമത്തെ സാഹചര്യം ഡിസ്ട്രക്ഷൻ ഓഫ് സബ്ജക്ട് മാറ്റർ ഓഫ് ദ കോൺട്രാക്ട്. അതായത് ഒരു കോൺട്രാക്റ്റിൽ ഒരു സബ്ജക്ട് മാറ്റർ തീർച്ചയായിട്ടും ഉണ്ടാവും. ബൈക്ക് വിൽക്കുമ്പോൾ ബൈക്കായിരിക്കും, ആടിനെ വിൽക്കുമ്പോൾ ആടായിരിക്കും. ഓക്കെ, അതാണ് അതിൻ്റെ സബ്ജക്ട് മാറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കോൺട്രാക്ട് ഫോം ചെയ്തതിന് ശേഷം പിന്നീട് രണ്ട് പാർട്ടികളുടെയും തെറ്റ് മൂലമല്ലാതെ ആ സബ്ജക്ട് മാറ്റർ നശിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് സൂപ്പർവൈനിങ് ഇമ്പോസിബിലിറ്റിയുടെ കീഴിൽ കൊണ്ടുവരാം. അങ്ങനെ ആ ഒരു കോൺട്രാക്ട് നമുക്ക് ഒഴിവാക്കാം, ഡിസ്ചാർജ് ആക്കി കളയാം. ഇപ്പൊ എക്സ് അവന്റെ സ്കൂട്ടർ വൈക്ക് വിൽക്കുക എന്ന് പറയാണ്. ഒരു സ്പെസിഫൈഡ് ഡേറ്റും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഡേറ്റിന് 2 ദിവസം മുന്നേ ആ സ്കൂട്ടർ ഡിസ്ട്രോയ് ആയിപ്പോയി, കത്തിപ്പോയി, അല്ലെങ്കിൽ നശിച്ചുപോയി. അപ്പോൾ അവിടെ ഏതൊരു പാർട്ടിയും നമുക്ക് കുറ്റം പറയാനായിട്ട് പറ്റില്ല. കാരണം അവരുടെ ആരുടെയും ഒരു ഇൻവോൾവ്മെന്റ് കൊണ്ടല്ല ആ സബ്ജക്ട് മാറ്റർ അവിടെ നശിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ കോൺട്രാക്ട് ഫോം ചെയ്ത സമയത്ത് അത് പോസിബിൾ ആയിരുന്നു, പക്ഷെ പിന്നീട് അതെന്തായി, ഇമ്പോസിബിൾ ആയി തീർന്നു. സോ ഇത് ഒരു കേസ് ഓഫ് സൂപ്പർവൈനിങ് ഇമ്പോസിബിലിറ്റി ആണ്. ഓക്കെ, അങ്ങനെ നമുക്ക് ആ കോൺട്രാക്ട് ഡിസ്ചാർജ് ചെയ്യാനായിട്ട് പറ്റും. സൂപ്പർവൈനിങ് ഇമ്പോസിബിലിറ്റിയുടെ കീഴിൽ വരുന്ന രണ്ടാമത്തെ കേസാണ് ഡെത്ത് ഓർ പേഴ്സണൽ ഇൻകപ്പാസിറ്റി ഓഫ് ദ പാർട്ടി. അതായത് ചില കോൺട്രാക്റ്റുകളുടെ പ്രോമിസ് പെർഫോം ചെയ്യണമെന്നെങ്കിൽ അതിന് പേഴ്സണൽ സ്കിൽ ആൻഡ് എബിലിറ്റി ആവശ്യമാണ്. ഉദാഹരണത്തിന് മാരേജ് പോലുള്ള കാര്യങ്ങളൊക്കെ അതിൽ പ്രോമിസർ തന്നെ ആ ഒരു പെർഫോമൻസ് ചെയ്തിരിക്കണം. അങ്ങനത്തെ കോൺട്രാക്റ്റുകൾ ഫോം ചെയ്യുന്ന സമയത്ത് പോസിബിൾ ആവും, പിന്നീട് ഇമ്പോസിബിൾ ആയി തീരുക. ഒരുപക്ഷെ അത് ഈ പെർഫോം ചെയ്യുന്ന ആൾ മരിച്ചു പോയതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇൻകപ്പാസിറ്റി കൊണ്ടായിരിക്കാം. എങ്ങനെയും സംഭവിക്കാം. ഇപ്പോൾ ഒരു പിയാനോ വായിക്കുന്ന ആളാണ്. അദ്ദേഹം ഒരു മ്യൂസിക്കൽ എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാമിന് പിയാനോ വായിക്കാമെന്ന് പറഞ്ഞ് കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ആ പ്രോഗ്രാം നടക്കുന്ന ദിവസം അദ്ദേഹത്തിന് അസുഖം ബാധിച്ച് കിടപ്പിലായി. പിന്നീട് അദ്ദേഹത്തിന് ആ ഒരു കോൺട്രാക്ട് പെർഫോം ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ഒരിക്കലും ലയബിൾ അല്ല. ഇത് നമുക്ക് ഈ ഒരു സാഹചര്യം നമുക്ക് സൂപ്പർവൈനിങ് ഇമ്പോസിബിലിറ്റിയുടെ കീഴിൽ കൊണ്ടുവരാവുന്നതാണ്. അതുവഴി ആ കോൺട്രാക്ട് നമുക്ക് ഡിസ്ചാർജ് ആയി കളയാവുന്നതാണ്. ഓക്കെ, ഒരിക്കലും ഇവിടെ പിയാനോ പ്ലെയർ പിന്നീട് അവിടെ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരിക്കലും റെസ്പോൺസിബിൾ ആകില്ല. ഓക്കെ, സൂപ്പർവൈനിങ് ഇമ്പോസിബിലിറ്റിയുടെ കീഴിൽ വരുന്ന അടുത്ത സാഹചര്യമാണ് ചേഞ്ചസ് ഓഫ് ലോ എന്ന് പറയുന്നത്. നിയമത്തിൽ വരുന്ന മാറ്റം. അതായത് ഒരു കോൺട്രാക്ട് ഫോം ചെയ്യുന്ന സമയത്ത് അത് ലീഗലി പോസിബിൾ ആയിരിക്കും നടപ്പിലാക്കാൻ. പക്ഷെ പിന്നീട് നിയമത്തിൽ വരുന്ന എന്തെങ്കിലും ചേഞ്ച്, എന്തെങ്കിലും ഒരു മാറ്റം, അതുകൊണ്ട് ആ ഒരു കോൺട്രാക്ട് ഇമ്പോസിബിൾ ആയി തീരുക. ഇപ്പോൾ എ അവൻ്റെ ഒരു കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു, അത് ബിക്ക് കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണ്. അത് ആ കോൺട്രാക്ട് ഫോം ചെയ്തതിന് തൊട്ടടുത്ത ദിവസം ഗവൺമെന്റ് ഉത്തരവിറക്കുകയാണ്, ഇനി ഗവൺമെന്റിന് മാത്രമേ ലാൻഡ് മേടിക്കാനും വിൽക്കാനും പറ്റുള്ളൂ എന്നുള്ളത്. സോ എയും ബിയും തമ്മിലുള്ള ആ കോൺട്രാക്ട് അവിടെ ഡിസ്ചാർജ് ആയിപ്പോയി. അത് സബ്സീക്വന്റ് ഇമ്പോസിബിലിറ്റിയുടെ കീഴിൽ നമുക്ക് പരിഗണിക്കാവുന്ന ഒരു കേസാണ്. കാരണം ഈ കോൺട്രാക്ട് മേക്ക് ചെയ്യുന്ന സമയത്ത്
അത് ലോഫുൾ ആയിരുന്നു, നിയമപ്രകാരം അത് നടപ്പിലാക്കാനായിട്ട് പറ്റിയിരുന്നു. പിന്നീട് ഗവൺമെന്റ് നിയമം മാറ്റിയത് കൊണ്ട് അത് അൺലോഫുൾ ആയി തീരുകയാണ്. ഓക്കെ, ദെൻ അടുത്ത കേസാണ് ഡിക്ലറേഷൻ ഓഫ് വാർ എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ വിദേശ രാജ്യത്തുള്ള ഒരു വ്യക്തിയുമായിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണ്. ആ സമയത്താണ് നമ്മുടെ രാജ്യം ആ വിദേശ രാജ്യവുമായിട്ട് യുദ്ധം പ്രഖ്യാപിക്കുന്നത്. അപ്പൊ നമ്മുടെ കോൺട്രാക്ട് ആ യുദ്ധത്തിന്റെ ടൈം കഴിയുന്നത് വരെ അവിടെ സസ്പെൻഡ് ആയി കിടക്കും. പിന്നീട് യുദ്ധം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഗവൺമെന്റിന്റെ ഓപ്ഷൻ അനുസരിച്ച് അത് നടപ്പിലാക്കാനായിട്ട് പറ്റും, അല്ലെങ്കിൽ അത് വോയിഡ് ആയി തീരും. ഇപ്പോൾ എ ബിയുമായിട്ട് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണ്. അതായത് എ ഒരു വിദേശ രാജ്യത്ത് നിന്ന് കുറച്ച് കാർഗോ സാധനങ്ങൾ ബിക്ക് കൊണ്ടുവന്ന് കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുക. ആ സമയത്താണ് നമ്മുടെ ഗവൺമെന്റ് ആ വിദേശ രാജ്യവുമായിട്ട് യുദ്ധം പ്രഖ്യാപിക്കുന്നത്. ഇങ്ങനത്തെ സാഹചര്യത്തിൽ ആ യുദ്ധം നടക്കുന്ന സമയം കംപ്ലീറ്റ് ആ ഒരു കോൺട്രാക്ട് അവിടെ സസ്പെൻഡ് ആയി കിടക്കും. പിന്നീട് നമ്മുടെ ഗവൺമെന്റിന്റെ പെർമിഷനോട് കൂടിയിട്ട് എന്ത് ചെയ്യാം, ആ കോൺട്രാക്ട് എക്സിക്യൂട്ട് ചെയ്യാം. അതായത് എക്ക് വിദേശ രാജ്യത്ത് പോയിട്ട് അവിടുന്ന് കാർഗോ എടുത്ത് ബിക്ക് കൊടുക്കാം. ഓക്കെ, അതർവൈസ് ഗവൺമെന്റ് നമുക്ക് പെർമിഷൻ തന്നിട്ടില്ലെങ്കിൽ അത് വോയിഡ് ആയി തീരുകയും ചെയ്യും. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് സൂപ്പർവൈനിങ് ഇമ്പോസിബിലിറ്റി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളുണ്ട്. അതായത് ഇത്തരം കേസുകളുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഒറ്റയടിക്ക് നമുക്ക് കാണുമ്പോൾ അത് സൂപ്പർവൈനിങ് ഇമ്പോസിബിലിറ്റി അല്ലേ എന്ന് തോന്നും. പക്ഷേ അത് ശരിക്കും സൂപ്പർവൈനിങ് ഇമ്പോസിബിലിറ്റിയുടെ കീഴിൽ കൊണ്ടുവരാൻ പറ്റാത്ത സാഹചര്യങ്ങളാണ്, കേസസ് ആണ്. അത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഒന്ന് ഡിഫിക്കൽട്ടി ഓഫ് പെർഫോമൻസ്, രണ്ടാമത്തെ കമേഴ്ഷ്യൽ ഇമ്പോസിബിലിറ്റി, മൂന്നാമത്തെ ഡിഫോൾട്ട് ഓഫ് തേർഡ് പാർട്ടി, നാലാമത്തെ സ്ട്രൈക്സ്, ലോക്കൗട്ട്സ് ആൻഡ് സിവിൽ ഡിസ്റ്റർബൻസ്, അഞ്ചാമത്തെ ഫെയിലിയർ ഓഫ് വൺ ഓഫ് ദ ഒബ്ജക്ട്സ് ഓർ പാർഷ്യൽ ഇമ്പോസിബിലിറ്റി, ലാസ്റ്റ് വൺ സെൽഫ് ഇൻഡ്യൂസ്ഡ് ഇമ്പോസിബിലിറ്റി. ഒന്നാമത്തത് ഡിഫിക്കൽട്ടി ഓഫ് പെർഫോമൻസ് ചെയ്യുന്നതിലെ ബുദ്ധിമുട്ട്. അതായത് ഒരു കോൺട്രാക്ട് പെർഫോം ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്. അതായത് ഒരു കോൺട്രാക്ട് ഫോം ചെയ്യുന്ന സമയത്തേക്കാൾ കൂടുതലാണ് ഇപ്പോൾ ആ ഒരു കോൺട്രാക്ട് പെർഫോം ചെയ്യാനുള്ള എക്സ്പെൻസ് എന്നൊരാൾ പറയാണ്. അല്ലെങ്കിൽ ഫോം ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്നതിനേക്കാൾ കുറച്ച് പ്രോഫിറ്റ് ഉള്ളൂ ഇപ്പോൾ എനിക്കത് പെർഫോം ചെയ്യുമ്പോൾ കിട്ടുന്നത്, ഇപ്പോൾ അത് വളരെയധികം ബുദ്ധിമുട്ടാണ് എന്നൊക്കെ ഒരാൾ പറഞ്ഞിട്ട് ഒരു കോൺട്രാക്ട് പെർഫോം ചെയ്യാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരിക്കലും നമ്മൾ സൂപ്പർവൈനിങ് ഇമ്പോസിബിലിറ്റിയുടെ കീഴിൽ പരിഗണിക്കില്ല. അവിടെ നഷ്ടം സംഭവിച്ചാൽ അത് തീർച്ചയായിട്ടും തിരുത്തേണ്ടതാണ്. ഇപ്പോൾ എ എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹം ഒരു മണൽ വ്യാപാരിയാണ്. അദ്ദേഹം ബി എന്ന് പറയുന്ന ഒരാൾക്ക് ഒരു സ്പെസിഫൈഡ് പീരിയഡിൽ സാൻഡ് സപ്ലൈ ചെയ്യുക, മണൽ സപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞിട്ടൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാണ്. അപ്പോൾ എ വിചാരിക്കുന്നത് പുഴയുടെ തീരത്ത് നിന്ന് കോരി നേരെ ബിക്ക് കൊണ്ടു കൊടുക്കാം എന്നുള്ളതാണ്. പക്ഷേ ഗവൺമെന്റ് റൂൾസ് മാറ്റി പുഴയുടെ തീരത്ത് നിന്ന് ഇനി ആർക്കും മണലെടുക്കാനായിട്ടുള്ള അവകാശം ഇല്ല എന്നുള്ളത്. അപ്പോൾ എക്ക് സാൻഡ് മാർക്കറ്റിൽ കിട്ടും, പക്ഷേ കോൺട്രാക്ട് ഫോം ചെയ്ത സമയത്തേക്കാൾ കൂടുതൽ പൈസ കൊടുത്തിട്ട് വേണം മാർക്കറ്റിൽ നിന്ന് സാൻഡ് മേടിച്ചിട്ട് ബിക്ക് കൊടുക്കാൻ. അപ്പോൾ എക്ക് അത് ലെസ് പ്രോഫിറ്റബിൾ ആണ്, പെർഫോം ചെയ്യാൻ കൂടുതൽ ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എക്ക് ആ കോൺട്രാക്ട് ഡിസ്ചാർജ് ചെയ്യാനായിട്ട് പറ്റൂല. ഈ സാഹചര്യം ഒരിക്കലും നമ്മൾ സബ്സീക്വന്റ് ഇമ്പോസിബിലിറ്റിയുടെ കീഴിൽ കൊണ്ടുവരുന്നതല്ല. ബിക്ക് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാൽ അതിനെല്ലാം ഉത്തരവാദി എ ആയിരിക്കും. ഓക്കെ, അതാണ് ഒന്നാമത്തെ സാഹചര്യം. അപ്പോൾ ഇങ്ങനെ പെർഫോമൻസ് ചെയ്യാൻ ഡിഫിക്കൽട്ടി സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടാണെന്നുണ്ടെങ്കിൽ, അതൊരിക്കലും സബ്സീക്വന്റ് ഇമ്പോസിബിലിറ്റിയുടെ കീഴിൽ വരുന്നതല്ല എന്നുള്ളതാണ്. സൂപ്പർവൈനിങ് ഇമ്പോസിബിലിറ്റി അപ്ലൈ ചെയ്യാൻ പറ്റാത്ത അടുത്ത സാഹചര്യം നമുക്കൊന്ന് നോക്കാം. അത് കൊമേഴ്ഷ്യൽ ഇമ്പോസിബിലിറ്റി ആണ്. അതായത് കൊമേഴ്ഷ്യൽ ഇമ്പോസിബിലിറ്റി അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ഇമ്പോസിബിലിറ്റിയുടെ കാരണം പറഞ്ഞുകൊണ്ട് ഒരു കോൺട്രാക്ട് ഒരിക്കലും നമുക്ക് പെർഫോം ചെയ്യാതിരിക്കാൻ കഴിയൂല. ഈ കൊമേഴ്ഷ്യൽ ഇമ്പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നോൺ അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽ, അല്ലെങ്കിൽ ഇൻക്രീസ്ഡ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, ലേബർ, പവർ ഷോർട്ടേജ് എക്സെട്ര, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കൊമേഴ്ഷ്യൽ ഇമ്പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ. അതായത് റോ മെറ്റീരിയൽ കിട്ടാതിരിക്കുക, നമ്മുടെ കൂലി കൂടുതലായിട്ട് കൊടുക്കേണ്ടി വരിക, പവർ ഷോർട്ടേജ് വരിക, ഇതൊക്കെ കൊമേഴ്ഷ്യൽ ഇമ്പോസിബിലിറ്റിയാണ്. അത് സംഭവിച്ചു എന്ന് കരുതിയിട്ട് നമ്മുടെ കോൺട്രാക്ട് പെർഫോം ചെയ്യാതിരിക്കാനൊന്നും പറ്റൂല. അതെന്തായാലും പെർഫോം ചെയ്തിരിക്കണം.
ഇപ്പോൾ എ കുറച്ച് ഗുഡ്സ് ബിക്ക് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണ്. പക്ഷേ എന്റെ ഫാക്ടറിയിലുള്ള ജോലിക്കാർക്ക് കൂടുതൽ ഫണ്ട് വേണം, അല്ലെങ്കിൽ അവർക്ക് കൊടുക്കാനുള്ള വേജ് കൂടുതൽ കൊടുക്കണം എന്നുള്ളൊരു ആവശ്യം വന്നു. അതേപോലെ തന്നെ എ ബിക്ക് റോ മെറ്റീരിയൽസ് ഗുഡ്സ് കൊടുക്കാന്ന് പറഞ്ഞിരുന്നു. പക്ഷെ എക്ക് നേരത്തെ നിശ്ചയിച്ച് ഉറപ്പിച്ച റേറ്റിൽ റോ മെറ്റീരിയൽസ് കിട്ടിയില്ല. നല്ല വില കൊടുത്തിട്ടാണ് എ റോ മെറ്റീരിയൽസ് മേടിച്ചത്. അതേപോലെ തന്നെ തൊഴിലാളികൾക്ക് നല്ലൊരു എമൗണ്ട് കൂലിയും കൊടുത്തു. അപ്പൊ എക്ക് വൻ നഷ്ടമാണ്. അപ്പൊ എ ബിനോട് പറയാണ്, ഇല്ല, എനിക്ക് കോൺട്രാക്ട് പെർഫോം ചെയ്യാനായിട്ട് പറ്റൂല, ഇത് സബ്സീക്വന്റ് ഇമ്പോസിബിലിറ്റി ആണ് എന്ന് പറഞ്ഞ് ഒഴിവാക്കാനായിട്ട് പറ്റൂല. എ തീർച്ചയായിട്ടും അവിടെ എന്ത് ചെയ്യണം, ബിക്ക് ആ സാധനങ്ങൾ സപ്ലൈ ചെയ്ത് കൊടുത്തിരിക്കണം. ഇനി റോ മെറ്റീരിയൽസിന്റെ കോസ്റ്റ് കൂടിയാലും വേജ് കൂടുതൽ കൊടുത്താലും അതൊന്നും ബീനെ ബാധിക്കുന്ന കാര്യമല്ല. ഈ ഒരു സാഹചര്യം ഒരിക്കലും നമ്മൾ സബ്സീക്വന്റ് ഇമ്പോസിബിലിറ്റിയുടെ കീഴിൽ കൺസിഡർ ചെയ്യുന്നതല്ല. ഓക്കെ, അതാണ് കൊമേഴ്ഷ്യൽ ഇമ്പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ. അടുത്തത് ഡിഫാൾട്ട് ഓഫ് തേർഡ് പാർട്ടി. ആരാണ് തേർഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാതെ മാറി നിൽക്കുന്ന, പുറത്തു നിൽക്കുന്ന ആളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, തേർഡ് പാർട്ടി എന്ന് പറയുന്നത്. ഈ പ്രോമിസറിയുടെ പെർഫോമൻസ് ചിലപ്പോൾ ഈ തേർഡ് പാർട്ടീന്റെ പെർഫോമൻസിനെ ആശ്രയിച്ചിരിക്കും. കണ്ടീഷണൽ കോൺട്രാക്ടിന്റെ കാര്യമല്ല പറയുന്നത്, നോർമൽ കോൺട്രാക്ടിന്റെ കാര്യത്തിൽ. അപ്പൊ തേർഡ് പാർട്ടി ആ ഒരു ഒബ്ലിഗേഷൻ പെർഫോം ചെയ്തില്ല എന്ന് കരുതി പ്രോമിസർക്ക് അദ്ദേഹത്തിന്റെ ഒബ്ലിഗേഷൻ പെർഫോം ചെയ്യാതിരിക്കാൻ കഴിയൂല. തേർഡ് പാർട്ടി ചെയ്യാതിരിക്കാം, പക്ഷെ പ്രോമിസർ അദ്ദേഹത്തിന്റെ ഒബ്ലിഗേഷൻ തീർച്ചയായിട്ടും പെർഫോം ചെയ്തിരിക്കണം. പ്രോമിസിക്ക് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ അത് പ്രോമിസർ പരിഹരിച്ചു കൊടുക്കാൻ വേണം. ഇപ്പോ അതൊരു എക്സാമ്പിൾ പറഞ്ഞാൽ കുറച്ചുകൂടി നിങ്ങൾക്ക് ക്ലിയർ ആവും. എ ബിക്ക് കുറച്ച് കമ്പ്യൂട്ടർ കമ്പോണൻസ് എത്തിച്ചു കൊടുക്കാന്ന് പറഞ്ഞ കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണ്. അപ്പോൾ എ ബിക്ക് കമ്പോണൻസ് കൊടുക്കുക എന്ന് പറഞ്ഞാല് എ വിചാരിക്കുന്നത് സി ചൈനയിൽ നിന്ന് എനിക്ക് കുറച്ച് കമ്പ്യൂട്ടർ കമ്പോണൻസ് തരും, അപ്പോൾ അത് നേരെ ബിക്ക് കൊടുക്കാം എന്ന് കരുതിയിട്ടാണ് എ ഈ കോൺട്രാക്ട് മെയ്ഡ് ചെയ്യുന്നത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി സി ചൈനയിൽ നിന്ന് ഒരു കമ്പ്യൂട്ടർ കമ്പോണൻസും കൊടുത്തില്ല. അതുകൊണ്ട് എക്ക് അവന്റെ ഒബ്ലിഗേഷൻസ് പെർഫോം ചെയ്യാതിരിക്കാനും പറ്റൂല. എ അവിടുന്ന് അല്ലെങ്കിൽ വേറെ എവിടുന്നെങ്കിലും ആ കമ്പ്യൂട്ടർ കമ്പോണൻസ് സംഘടിപ്പിച്ചുകൊണ്ട് അത് ബിക്ക് കൊടുത്തിരിക്കണം. അതാണ് റൂള്. ബിക്ക് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ അതിന് എ ഉത്തരവാദി ആയിരിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പൊ ഈ ഒരു സാഹചര്യത്തിലും നമുക്ക് സൂപ്പർവൈനിങ് ഇമ്പോസിബിലിറ്റി അപ്ലൈ ചെയ്യാനായിട്ട് പറ്റൂല. സൂപ്പർവൈനിങ് ഇമ്പോസിബിലിറ്റിയുടെ കീഴിൽ നമ്മൾ കൺസിഡർ ചെയ്യാത്ത ഒരു 3 സാഹചര്യം കൂടി ഉണ്ട്. അതുകൂടി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തത് സ്ട്രൈക്ക്, ലോക്കൗട്ട് ആൻഡ് സിവിൽ ഡിസ്റ്റർബൻസ്. അതായത് വർക്കേഴ്സ് സ്ട്രൈക്ക് നടത്തി, ഓണേഴ്സ് ലോക്കൗട്ട് നടത്തി, അല്ലെങ്കിൽ എന്തെങ്കിലും സിവിൽ ഡിസ്റ്റർബൻസ്, ആഭ്യന്തരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ, ഇതൊക്കെ നടന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊരു കോൺട്രാക്ട് ഒഴിവാക്കാനൊന്നും പറ്റൂല. ആ കോൺട്രാക്ട് എന്തായാലും അവിടെ പെർഫോം ചെയ്തിരിക്കണം. അപ്പോൾ ഒരാൾ പറയാണ്, ഞങ്ങളുടെ ഫാക്ടറിയിൽ തൊഴിലാളികൾ പ്രശ്നം ഉണ്ടായി, അതുകൊണ്ട് ഇനി എനിക്കത് പെർഫോം ചെയ്യാനായിട്ട് പറ്റൂല, അത് സൂപ്പർവൈനിങ് ഇമ്പോസിബിലിറ്റിയുടെ കീഴിൽ വരുന്ന സാഹചര്യമാണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊരിക്കലും അംഗീകരിച്ചു കൊടുക്കൂല. അതൊരിക്കലും അതിന്റെ കീഴിൽ വരുന്ന സാഹചര്യം അല്ല എന്നുള്ളതാണ്. ഇപ്പോൾ എ ഒരു സ്റ്റീൽ ചെയർ സപ്ലൈ ചെയ്യുന്ന ആളാണ്. അപ്പൊ അദ്ദേഹം ബിക്ക് കുറച്ച് സ്റ്റീൽ ചെയർ കൊടുക്കാന്ന് പറഞ്ഞൊരു കോൺട്രാക്ട് ഏർപ്പെട്ടു. അങ്ങനത്തെ സാഹചര്യത്തിലാണ് എന്റെ ഫാക്ടറിയിൽ തൊഴിലാളികൾ സ്ട്രൈക്ക് നടത്തുന്നത്. പിന്നെ സ്റ്റീൽ ചെയറിന്റെ പ്രൊഡക്ഷൻ നടക്കുമോ? ഇല്ല. അപ്പോൾ എക്ക് കൃത്യസമയത്ത് ബിക്ക് സ്റ്റീൽ ചെയർ സപ്ലൈ ചെയ്യാനായിട്ട് പറ്റിയില്ല. അപ്പൊ എ പറയാണ്, എനിക്കത് പറ്റിയില്ല, ഇത് സൂപ്പർവൈനിങ് ഇമ്പോസിബിലിറ്റിയുടെ കീഴിൽ ഇത് ഡിസ്ചാർജ് ചെയ്യണം എന്ന് പറയാണ്. പക്ഷെ അതൊരിക്കലും സമ്മതിച്ചു കൊടുക്കില്ല. കാരണം എ ഒരിക്കലും സൂപ്പർവൈനിങ് ഇമ്പോസിബിലിറ്റിയുടെ കീഴിൽ ഈ ഒരു കോൺട്രാക്ട് ഡിസ്ചാർജ് ചെയ്ത് കളയാനായിട്ട് പറ്റൂല. ബിക്ക് വന്ന നഷ്ടത്തിന് എ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, പരിഹാരം കാണേണ്ടതുണ്ട്. അപ്പൊ പറഞ്ഞു വന്നത്, സ്ട്രൈക്ക്, ലോക്കൗട്ട്, സിവിൽ ഡിസ്റ്റർബൻസ് എന്നിവയൊന്നും തന്നെ സൂപ്പർവൈനിങ് ഇമ്പോസിബിലിറ്റിയുടെ കീഴിൽ വരുന്നതല്ല. അതിന്റെ പേരും പറഞ്ഞുകൊണ്ട് ആ കോൺട്രാക്ട് നമുക്ക് ഡിസ്ചാർജ് ചെയ്ത് കളയാനായിട്ട് പറ്റൂല. അടുത്ത സാഹചര്യം നോക്കാം. ഫെയിലിയർ ഓഫ് വൺ ഓഫ് ദ ഒബ്ജക്ട്സ് ഓർ പാർഷ്യൽ ഇമ്പോസിബിലിറ്റി. അതായത് ചില കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്നത് 1 or 2 ഒബ്ജക്ട്സുകൾ കണ്ടുകൊണ്ടായിരിക്കും. അതിൽ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് ഫെയിൽ ആയാലും മറ്റുള്ള ഒബ്ജക്ട്സ് അവിടെ ഉണ്ടല്ലോ. ഓക്കെ, അതുകൊണ്ട് ആ കോൺട്രാക്ട് നമുക്ക് ടെർമിനേറ്റ് ചെയ്ത് കളയാനായിട്ട് പറ്റൂല.
ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ടൂറിസ്റ്റ് അല്ലെങ്കിൽ ട്രാവൽ ബിസിനസ് നടത്തുന്ന ബിന്റെ കയ്യിൽ നിന്ന് ഒരു കാറ് മേടിക്കുകയാണ്. എൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ഒന്നൊരു സെമിനാറിൽ അറ്റൻഡ് ചെയ്യണം, അതുപോലെ തന്നെ അവൻ്റെ ഫാമിലിയുമായിട്ട് ഒരു പിക്നിക്കിന് പോകണം. ഇത് 2 ഒബ്ജക്റ്റാണ് ആ കോൺട്രാക്റ്റിനുള്ളത്. പിന്നീട് ബി അറിഞ്ഞു ആ സെമിനാർ ക്യാൻസൽ ആയിട്ടുണ്ട് എന്നുള്ളത്. എന്ന് കരുതി ബിക്ക് ആ കാറ് തിരിച്ചു ചോദിക്കാനുള്ള റൈറ്റ് അവിടെ അല്ല. കാരണം അവിടെ 2 ഒബ്ജക്റ്റ് ഉണ്ട്, ഒന്നേ ഫെയിൽ ആയിട്ടുള്ളൂ, ഒന്ന് അവിടെ സ്റ്റിൽ എക്സിസ്റ്റിംഗ് ആണ്. ഓക്കെ, ഇനി ബി ആ കാറ് തിരിച്ചു ചോദിച്ചിട്ട് എക്ക് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് തീർച്ചയായിട്ടും ബി റെസ്പോൺസിബിൾ ആണ്. അപ്പോൾ പറഞ്ഞു വന്നത്, ഏതെങ്കിലും ഒരു കോൺട്രാക്റ്റിൽ 1 or 2 ഒബ്ജക്ട്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ ഒരു ഒബ്ജക്റ്റ് ഫെയിലിയർ ആയാലും സൂപ്പർവൈനിങ് ഇമ്പോസിബിലിറ്റിയുടെ കാരണം പറഞ്ഞുകൊണ്ട് നമുക്ക് ആ കോൺട്രാക്ട് ഡിസ്ചാർജ് ചെയ്ത് കളയാനായിട്ട് പറ്റൂല എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഫൈനലി സെൽഫ് ഇൻഡ്യൂസ്ഡ് ഇമ്പോസിബിലിറ്റി, അതായത് കോൺട്രാക്റ്റിലെ പാർട്ടികൾ തന്നെ എന്ത് ചെയ്യുക, ഓരോ സ്വയം കാരണം കൊണ്ട്, അതായത് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന പാർട്ടികളുടെ സ്വന്തം ഉത്തരവാദിത്വം കൊണ്ട്, സ്വന്തം പ്രവൃത്തി കൊണ്ട്, ഉഡായിപ്പ് കാണിച്ചുകൊണ്ട് ആ കോൺട്രാക്ട് പെർഫോം ചെയ്യാതിരിക്കുക, അതും നമുക്ക് സൂപ്പർവൈനിങ് ഇമ്പോസിബിലിറ്റിയുടെ കീഴിൽ വരുന്നതല്ല.